ഹലോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കോഡ് സെറ്റാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഒരു 1000 രൂപയിലൊക്കെ താഴെയുള്ളതാണ് എല്ലാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കോഡ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ്. ഫസ്റ്റ് കോഡ് സെറ്റാണ് ഉണ്ടോ. ഇത് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇതിട്ട് കഴിയുമ്പോൾ ഉള്ളൊരു ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൽ നോക്കിയാൽ മതി. വൈഡായിട്ടുള്ള ബീനക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലോങ് സ്ലീവ് ആണ്. ലോങ് സ്ലീവിൽ വന്നിട്ട് അറ്റത്ത് ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അറ്റത്ത് ഇങ്ങനെ ഉണ്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഉണ്ടോ, ഫ്രണ്ട് കുറച്ച് പൊങ്ങിയിട്ടും ബാക്ക് സൈഡ് നല്ല താഴേക്ക് കിടക്കുന്നതാണ്. കുഞ്ഞു കുഞ്ഞു ഞൂറുമൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ പാൻറ്റ് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ പാൻറ്റ്. ഇത് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻറ്റാണ്. ഇത് നോർമൽ പാൻറ്റ് തന്നെയാണ്. സമ്മർ സീസണിലൊക്കെ ഏറ്റവും നല്ലതായിരിക്കും ഈ മെറ്റീരിയൽ ഇടുന്നത്. കാണാനും നല്ല ഭംഗിയാണ്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതാണ്. സെക്കൻഡ് കോഡ് സെറ്റ് കാണിക്കുന്നത്. സെക്കൻഡ് ഒരു ബ്ലൂ കളറിലുള്ളതാണ് കേട്ടോ, ബ്ലൂ. പക്ഷേ 2 പീസ് സെറ്റാണിത്. ഇത് കോട്ട് മാത്രമാണേ, ഇന്നറില്ല. അപ്പം നമ്മൾ ഇൻസൈഡ് എന്തെങ്കിലും സ്ലീവ്ലെസ് ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ടീഷർട്ട് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ടോപ്പ് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് തന്നെ പുറത്ത് യൂസ് ചെയ്യേണ്ട സാധനമാണിത്. ഫുൾ ഓപ്പൺ ആണ്. ഇതിന് ബട്ടണോ ഒന്നുമില്ല. ഇത് പ്യുവർ കോട്ടൺ അല്ല, കോട്ടൺ മിക്സ് ആണിത്. കളറിൽ നല്ല ഭംഗിയുള്ള ബ്ലൂ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. പിന്നെ സ്ലീവൊക്കെ കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത്. ഇത് ഞാൻ ഇട്ട് കാണിക്കാം, അപ്പോൾ മാത്രമേ അതിൻ്റെ ഭംഗി അറിയൂ. ഇലാസ്റ്റിക്കിൻ്റെ നോർമൽ പാൻറ്റാണ്. വൈറ്റിനകത്ത് ബ്ലൂ കളർ ഉണ്ടോ. ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് സൈസാണ്. ഇനി മൂന്നാമത്തെ കോഡ് സെറ്റാണ് കാണിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ കോഡ് സെറ്റാണ് ഗ്രീൻ കളർ. ഇത് ഓൾറെഡി എല്ലാവരും ഫ്ലിപ്കാർട്ടിൽ കണ്ടിട്ടുള്ളതായിരിക്കും. നമ്മൾ ഫ്ലിപ്കാർട്ട് എപ്പോൾ എടുത്താലും വരുന്നൊരു സാധനമാണ്. ഇത് ആക്ച്വലി സ്ലീവ്ലെസ് ആണ്. ഇതാണ് ഫ്രണ്ട് പോർഷൻ, ഇങ്ങനെ വരും. ഫ്രണ്ട് ലുക്ക് ഒരു ചെറിയൊരു വീനക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് ചെറിയ ചെറിയ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പോർഷനാണ് ഈ കാണുന്നത്. ഇതിൽ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോഡിയിൽ നല്ലവണ്ണം ഫിറ്റ് ആയിരിക്കും. സെയിം ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻറ്റാണ്, നോർമൽ പാൻറ്റാണ്. പക്ഷേ ഇതിൻ്റെ അറ്റത്ത് പാൻറ്റിൻ്റെ താഴെയായിട്ട് വൈറ്റ് കളറിലുള്ള ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അടുത്ത കോഡ് സെറ്റ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്. കാണാൻ പക്ഷേ നല്ല ലുക്കിലുള്ളതാണ്. നമുക്ക് നോർമൽ അല്ല, ഒരു പാർട്ടി വെയർ, ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. ഒരുപാട് ഇഷ്ടപ്പെട്ടതാണേ. ഇതിൻ്റെ ടോപ്പ്, ഇതും സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതിൻ്റെ. നല്ല രസമുണ്ട് കാണാൻ. നെറ്റ് ആണെന്ന് തോന്നി. ഇതിനകത്ത് ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ നെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ വന്നിട്ട് ചെറിയൊരു ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ്റും വന്നിട്ട് സെയിം ആണ്. ടോപ്പിൻ്റെ അതേ മെറ്റീരിയലിലുള്ള പാൻറ്റാണ്. ഇതാണ് അതിൻ്റെ പാൻറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്. ബാക്ക് സൈഡ് മാത്രമേ ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ളൂ, ഫ്രണ്ടിലില്ല. പിന്നെ ഇവിടെ സൈഡിൽ പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. മെറ്റീരിയൽ ഉണ്ട്. പാൻറ്റ് അത്യാവശ്യം നല്ല വീതിയിലുള്ള പാൻറ്റാണ്. നോക്കേ, ലൈനിങ് കൊടുത്ത് ചെയ്തിരിക്കുന്ന പാൻറ്റാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല വീതിയുള്ള പാൻറ്റാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇടുമ്പോൾ അങ്ങനെ ആയിരിക്കും അറിയത്തില്ല, ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഇടുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. പക്ഷേ ഇതെനിക്ക് പാൻറ്റും ആ ടോപ്പും കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ ഷേപ്പ് എനിക്ക് തോന്നുന്നു ഇവിടം കുറച്ച് ടൈറ്റായിട്ടും താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് വരുന്ന ഒരു ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഒരു 700 ആ ഒരു പ്രൈസ് റേഞ്ച്. ബാക്കിയെല്ലാം കുറവാണ്. അടുത്തത് വന്നിട്ട് ഒരു ബ്ലൂ കളറിലുള്ള കോഡ് സെറ്റാണ്. ഇതൊരു 3 പീസ് സെറ്റാണ്. അപ്പോൾ അത് ഫസ്റ്റ് അതിൻ്റെ കോട്ടേ, ഇത് ഫസ്റ്റ് അതിൻ്റെ മുകളിലിടുന്നത് കോട്ടാണ്. ഇതിനൊരു ഇന്നറും കൂടെ വരുന്നുണ്ട് ഇതിൽ. ഇത് വിസ്കോസ് റയോൺ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഉള്ളതാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇടാൻ നല്ല സുഖമാണിത്. ഇതിൻ്റെ ഇവിടെ മാത്രം കുറച്ച് ലൈൻ കൊടുത്തിട്ട് താഴേക്ക് ബ്ലൂവിനകത്ത് വൈറ്റ് കളറ് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇന്നർ. ഇതിന് സിംബോ ബട്ടൺസ് ഒന്നുമില്ല. ഇത് ഓപ്പൺ ആയിട്ടിരുന്ന സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കോട്ടാണ്. കണ്ടോ, താഴെ വരെ ലെങ്ത് ഉള്ളതാണ്. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് വൺ സൈഡ് ഇലാസ്റ്റിക് വെച്ചിട്ടാണ്. ബ്ലൂ കളറിൽ വൈറ്റ് കളറ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വീതിയൊന്നുമില്ല, ഇത് ഇത്രയേ ഉള്ളൂ.
അടുത്ത കോട്ട് സെറ്റ് വന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയലുള്ള വൈറ്റ് കളറിലുള്ള ടോപ്പ്. ഇത് നല്ല ത്രെഡിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. ഇത് സ്ലീവ്ലെസ് ആണ്, സ്ലീവ് അറ്റാച്ച്ഡ് അല്ല ഇതിനകത്ത്. റൗണ്ട് നെക്ക്. ഇതെല്ലാം ഞാൻ ലാർജാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ എനിക്ക് സൈസ് ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻറ്റാണ്, പകുതി ഇലാസ്റ്റിക്കാണ്. ഈ പാൻറ്റ് പ്യുവർ കോട്ടൺ ആണ്, നല്ല തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ താഴേക്ക് വരുമ്പോഴേ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇങ്ങോട്ട് ബട്ടൺ വെച്ചിട്ടുണ്ട്, ബ്ലാക്ക് കളറിലുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കാലിൻ്റെ താഴെ വരെ. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് വിടാം. ഇത് ചിലർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പോകുന്നത് ഇഷ്ടമായിരിക്കാം, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഫുൾ ഓപ്പൺ ചെയ്യണമെന്നില്ല, ഒന്നോ രണ്ടോ ബട്ടൺ ഓപ്പൺ ചെയ്താലും മതി, അങ്ങനെ യൂസ് ചെയ്യുക. ഇത് പക്ഷേ നല്ലൊരു ലുക്കാണ് ഇതിന്. അടുത്തത് യെല്ലോ കളറാണേ. ഇതും കാഷ്വൽ വെയറിന് ഏറ്റവും നല്ലതാണ്, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും നല്ലതാണ്. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നതാണ് കംഫർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. കട്ടി കുറഞ്ഞ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്, അപ്പോൾ ഇടാൻ നല്ല സുഖമായിരിക്കും നമുക്ക്. ഇതിന് സ്ലീവ് ഇല്ല, സ്ലീവ് അറ്റാച്ച്ഡ് അല്ല ഇതിനകത്ത്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ പാൻറ്റ് ക്രീം കളറാണ്. ഇതും ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻറ്റാണ്. ഇലാസ്റ്റിക് എപ്പോഴും ബാക്കിലാണ് വരുന്നത്, ഫ്രണ്ടിലാണ് ഇത് വരുന്നത്. വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് പക്ഷേ ചെറിയ ചെറിയ ഗോൾഡൻ കളറിലുള്ള ത്രെഡിൻ്റെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയലിന് ഒരു ഷൈനിങ് ഉണ്ട്. ഇതിനകത്ത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഇതിൽ കാണാൻ പറ്റുന്ന നോക്കുക, ചെറിയ ചെറിയ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു നല്ല ഭംഗി, ഒരു ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതും പലാസോ പാൻറ്റാണ്, അത്യാവശ്യം നല്ല വീതിയുള്ള പാൻറ്റാണ്, നല്ല ഭംഗിയുള്ള പാൻറ്റാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടിതല്ല. അടുത്തതും എൻ്റെ ഫേവററ്റ് കളറാണ്, പിങ്ക് കളറിലുള്ള, പിങ്ക് അല്ലേ, അതെ പിങ്ക്. ഇത് സ്ലീവൊക്കെ ഉണ്ട്, ഒരു ഷർട്ട് മോഡലാണ് കേട്ടോ, ഷർട്ട് മോഡലുള്ളതാണ്. ഹാഫ് സ്ലീവാണ്. ഇതൊരു ഷർട്ട് മോഡലിലുള്ള കോട്ട് സെറ്റാണ്. ഇതിൻ്റെ താഴെ വന്നിട്ട് വൈറ്റ് കളറിൽ ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോയിൽ നിന്നോ മിന്ത്രയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഓഫർ നല്ലതായിട്ടുള്ള സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒത്തിരി പൈസ കുറവ് കിട്ടും. പാൻറ്റാണിത്, നോർമൽ കോട്ടൺ പാൻറ്റ്. ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്, ഇവിടെ സൈഡിലായിട്ടൊരു പോക്കറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ താഴെ വന്നിട്ട് അടിയിൽ വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ. സിമ്പിളായിട്ടുള്ള കോട്ടൺ, പ്യുവർ കോട്ടൺ ആണ്, അധികം കട്ടിയൊന്നുമില്ല, കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ലാസ്റ്റാണ്, കുറച്ച് മുമ്പേ ഞാനൊരു ഗ്രീൻ കാണിച്ചായിരുന്നു, അത് തന്നെ ബ്ലൂ 2 പീസ് സെറ്റ്. കുറച്ച് മുന്നേ ഞാൻ കാണിച്ചതിൻ്റെ ഒരു ഗ്രീനാണ്, ഇതൊരു ബ്ലൂവിനകത്ത് വൈറ്റ് കളർ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ വന്നിട്ട് ത്രെഡിൻ്റെ സെയിം വർക്ക്, അതേ മുമ്പേ കണ്ട അത് തന്നെ സെയിം ത്രെഡിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്, അത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പാൻറ്റ് വന്നിട്ട് ബ്ലൂവിനകത്ത് വൈറ്റ് ഡിസൈന്, പാൻറ്റിൻ്റെ താഴെയായിട്ട് വന്നിട്ട് ഈ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയൽ കേട്ടോ. ഇതിനകത്ത് ഒരു മെറ്റീരിയൽസ് പോലും എനിക്കൊരു ക്വാളിറ്റി കുറഞ്ഞായിട്ട് തോന്നിയിട്ടില്ല, എല്ലാം നല്ല മെറ്റീരിയലാണ്. ഇതൊരു ബീച്ച് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ബീച്ചിലൊക്കെ പോകുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക, നല്ല നല്ല ഓഫേഴ്സ് വരുന്ന സമയത്ത് വാങ്ങിക്കുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കുകളും അവൈലബിൾ ആണ്, അപ്പോൾ നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരാം. ബൈ.